അതാണ്ട് ഈ എണ്ണ കരി ഓയിലിനെക്കാട്ടി കഷ്ടമാണ്. ഇത് കണ്ടോ, കരി ഓയിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ജീവിക്കുന്നവരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കണ്ടണക്കെ നമുക്ക് തന്നെ അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കന്നാലിത്തരമായി കാണിക്കുന്നത്. ചെല്ലുന്ന ഒരു ആശുപത്രി, ഹോളിക്രോസ്, അടൂർ ഹോളിക്രോസ് ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ നിന്നും മോശമായ ഭക്ഷണം പിടിച്ചു എന്ന് പറയുമ്പോൾ അത് പരമദയനീയെന്ന് പറയാനുള്ളൂ. രോഗം മാറാനാണ് നമ്മൾ ഈ ആശുപത്രിയിൽ ചെല്ലുന്നത്. അവിടെ കഴിച്ചിട്ട് അവിടെ തന്നെ ചികിത്സിക്കേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ പോകുന്നത്. തീൻമേശകൾക്ക് മുന്നിലിരുന്ന് വളരെ സ്വാദിഷ്ടമെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥയൊക്കെ കാണണ്ടേ? അടൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്ത ആഹാര സാധനങ്ങളുടെ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ കണ്ടാൽ ഇതാണോ നമ്മൾ കഴിക്കുന്നതെന്ന് തലയിൽ കൈവച്ച് ഞെട്ടിപ്പോകും. ആഹാര സാധനങ്ങളുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. അത്രമാത്രം ഗുരുതരമാണ്. എങ്ങനെ എന്ത് വിശ്വസിച്ച് നമ്മൾ ഈ ഹോട്ടലുകളിൽ കഴിയുന്നു ഭക്ഷണം കഴിക്കും? ചേട്ടൻ ഒരു കട നടന്നാളാ, ഇങ്ങനെ ചെയ്യൂ ചേട്ടാ. ഞാൻ ചെയ്യത്തില്ല. എന്തായാലും ഞാൻ അന്നൊന്നും ചെയ്ത് അന്നൊന്ന് വൈകിട്ട് തീർച്ചയായും ശേഷം ബാക്കി വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. ഇത് ജീവിക്കുന്നവരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കണ്ടണക്കെ നമുക്ക് തന്നെ അറപ്പ് തോന്നുന്നു. അതാണ്ട് ഈ എണ്ണ കരി ഓയിലിനെക്കാട്ടി കഷ്ടമാണ്. ഇത് കണ്ടോ, കരി ഓയിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് അതിന് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കരി ഓയിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മനുഷ്യന്റെ ജന്മം പാഴാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായി. കന്നാലിയെക്കാട്ടി കഷ്ടമല്ല. കന്നാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കന്നാലിത്തരമായി കാണിക്കുന്നത്. കണ്ടില്ലയോ, ഇതെല്ലാം പുഴുത്തതാണ്ട്. ഇത് കണ്ടോ, അതിന്റെ ഒരു രീതി കണ്ടില്ലേ? അതുപോലെ തന്നെ മുട്ട താണ്ട റെഡ് കളറാണ്. കണ്ടില്ലേ, ഇത് എത്ര ദിവസത്തെ പഴക്കമുള്ള ഈ പഴുത്ത സാധനമാണ് ഇത് നമുക്ക് തരുന്നത്. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നമ്മൾ പോയി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ജീവിക്കണ്ടായോ? നമ്മൾ ഇറങ്ങി അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. നെറിയേട് തന്നെയാണ്. ഇതിന് പറയാൻ വാക്കുകളില്ല. അത്ര ദുർഗന്ധം വമിക്കുന്ന മത്സ്യമൊക്കെയാണ്. ഇതാണ് വറുത്ത് ഫ്രൈ ആയി നമ്മളൊക്കെ ചെന്നിരുന്ന് ഊണുമേശയ്ക്ക് മുന്നിൽ രുചിയോടെ വെട്ടി വിഴുങ്ങി ചോദിക്കുന്ന പൈസയും കൊള്ള പണവും ഈടാക്കി അവർ വിടുന്നത്. ഇത് അടൂർ നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് മിന്നൽ പരിശോധനയിൽ അടൂർ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ച ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണങ്ങളാണ്. ഇത് ആഹാര സാധനമൊന്നും ശരിക്കും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പട്ടിക്കും മൃഗങ്ങൾക്കൊക്കെ ഇതിലും ശുദ്ധമായ ഭക്ഷണം കൊടുക്കും. എത്രയോ നല്ല ഭക്ഷണമാണ് മൃഗങ്ങൾ കഴിക്കുന്നത്. ആ മൃഗങ്ങളെക്കാൾ കഷ്ടമായി മനുഷ്യനെ കരുതുന്ന ഹോട്ടലുകളാണ് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അടൂർ ബൈപ്പാസിലുള്ള വിവിധ ഹോട്ടലുകളും ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജധാനി, SN ഹോട്ടൽ, ഓലപ്പന്തൽ ഹോട്ടൽ, ബിഗ് മൗത്ത് ഹോട്ടൽ, അമ്മച്ചി, അൽറാസി, ഹോളി ക്രോസ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീൻ, അതുപോലെ ഡിങ്കൻ്റെ തട്ടുകട, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് ഫൈസലിൻ്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സ്ക്വാഡാണ് ഇത് പിടിച്ചെടുത്തത്. മറ്റ് നഗരസഭകളും നമ്മൾ സമീപത്തുള്ള പല നഗരസഭകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് അവർ മിണ്ടാതിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അവർ നടപടി എടുക്കാതിരിക്കുന്നതാണ്. ഈ നഗരസഭയിൽ നേതൃത്വം നൽകിയത് ഒരുപക്ഷെ അഭിനന്ദനാർഹമാണ്. ഇത്രത്തോളം ഇത് പക്ഷേ ദിവസങ്ങളോളം ഇത്തരത്തിലുള്ള ആഹാരം മനുഷ്യനെ നൽകി രോഗം സമ്മാനിച്ചവരായിരിക്കും. ഈ ഓയിലിൻ്റെയൊക്കെ ഒരു സ്ഥിതി നോക്കുക, അത്ര ഗുരുതരമാണ് നമ്മുടെ ഹോട്ടലുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്.